അപ്പോൾ ഫോക്സ് നമ്മളൊരു പുതിയ യാത്ര തുടങ്ങാൻ പോവാണ്. സമയം ഇപ്പോൾ 3 മണിയാവുന്നുള്ളൂ രാവിലെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണ് ബാക്കിലെ ബോർഡിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഷൊർണൂർ ജംഗ്ഷനിലാണ് നമ്മൾ ഇവിടെ നിന്നൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ രാവിലെ 4:30 പുറപ്പെടുന്ന 66319 ഷൊർണൂർ എറണാകുളം മെമുവിന് എറണാകുളം ടു ഷൊർണൂരാണ്, ഷൊർണൂർ ടു എറണാകുളമാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ ട്രെയിന് പ്ലാറ്റ്ഫോം നമ്പർ 3 എന്നാണ് പുറപ്പെടുന്നത്. 4:30 അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് എറണാകുളം വരെയുള്ള ടിക്കറ്റ് വെറും 25 രൂപയാണ്. അപ്പോൾ ഷൊർണൂർ മുതൽ എറണാകുളം വരെ യാത്ര ജസ്റ്റ് 25 രൂപ എടുത്താൽ മതി. സമയം 4:13 4:30 പുറപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പോകും. അപ്പോൾ ഇതാണ് നമുക്കിന്ന് പോകാനുള്ള വണ്ടി. 4:17 നമുക്കെന്നാൽ പതുക്കെ ഒരു കോച്ചിലോട്ട് പോകാം, കുറച്ച് മുന്നിലായിട്ട്. ഇതിനെന്തൊരു മെയിൻസ് ഓഫാന്ന് തോന്നുന്നു. കുറേ നേരത്തെ ടോർച്ചൊക്കെ പിടിച്ചെന്തോ ചെയ്യുന്നുണ്ട്. ആൾക്കാരൊക്കെ കിടക്കുകയാണ് ഇതിനകത്ത്. മീൻ വയൽ അപ്പുറത്ത് പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് 37544 റോയപ്പുറത്തിൻ്റെ ലോക്കമെന്ന് തോന്നുന്നു. തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് കയറി വരുന്നുണ്ട്. ഇത്ര നേരത്തെ കാലത്തെ പോകുന്ന ട്രെയിനാണെന്നുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതൽ തിരക്കുണ്ട് കേട്ടോ. അതിന് അത്യാവശ്യം യാത്രക്കാരുണ്ട്. അത്യാവശ്യം സീറ്റൊക്കെ ഫുള്ളാണ്. എല്ലാം ഫുള്ളല്ല, എന്നാലും അത്യാവശ്യം വിൻഡോസും ഒക്കെ ഫുള്ളാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ 4:25 നമുക്കിനൊരു 5 മിനിറ്റ് കൊണ്ട് പുറപ്പെടാൻ. അപ്പോൾ അങ്ങനെ കൃത്യസമയമായ 4:30 ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് 7:30 എറണാകുളം എത്തുക. 3 മണിക്കൂർ യാത്രയുണ്ട്. 3 മണിക്കൂർ കൂടുതലെടുക്കും നമ്മൾ റോഡ് വഴി പോയി കഴിഞ്ഞാൽ. കൃത്യം 3 മണിക്കൂർ യാത്രയാണ്. 25 രൂപ മാത്രമാണ് ടിക്കറ്റ്. 25 രൂപയ്ക്ക് 3 മണിക്കൂർ ട്രെയിനിൽ നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് പോകാൻ വേണ്ടിക്ക്. അപ്പുറത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഒരു മെമ്മു കൂടെ കിടക്കുന്ന കാണാം. അത് ഇന്നലെ വന്ന എറണാകുളം ഷൊർണൂർ മെമ്മു ആണ്. ഇന്നത് ഷൊർണൂർ കണ്ണൂർ മെമ്മു ആയിട്ട് പോകും. ഇപ്പോൾ ചെറിയ തോതിൽ മഴയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ വള്ളത്തോൾ നഗറിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ ആൾക്കാർ കയറാനുണ്ട് കേട്ടോ, വിചാരിച്ച പോലൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് വടക്കാഞ്ചേരിയിലേക്ക് എത്തുന്നു. നമ്മളിടയ്ക്ക് മറ്റേ മുളകുന്നത്തോവിൽ നിർത്തിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, കാരണം നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ ഇരുട്ടുമായിരുന്നല്ലോ.
അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ എത്തിയ സമയം 5:20. നമ്മുടെ സ്റ്റാർട്ടർ ഇപ്പം റെഡാണ്. ഇതാണ് നമ്മുടെ തൃശ്ശൂർ. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂർ പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം കൂടി ഇരുട്ടായിരിക്കും. അത് കഴിയുമ്പോഴേക്കും നേരം വെളുത്ത് വരുമായിരിക്കും. നേരം ജസ്റ്റ് വെളുത്ത് വരുന്നു. നമ്മൾ പുതുക്കാടെത്തി. ഇതാണ് പുതുക്കാട് സ്റ്റേഷൻ. നമ്മൾ കുറച്ച് നേരം നിൽക്കുന്നു. എന്താ സംഭവം എന്നറിയില്ല. സിഗ്നൽ ഇവിടെ നിന്ന് കാണാൻ വയ്യ. വളവ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു സിഗ്നൽ. ഇന്ന് ആക്ച്വലി ചെന്നൈ തിരുവനന്തപുരം മേലെ ലേറ്റായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ ഓവർടേക്ക് ചെയ്യിപ്പിക്കാനുള്ള ഉദ്ദേശമാണോ എന്ന് എനിക്കൊരു സംശയം. ആ വണ്ടി ഒല്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവൻ ഓടിയെത്തുന്ന വരെ നമ്മളിവിടെ കിടക്കുമായിരിക്കും. നമ്മുടെ സ്റ്റാർട്ടർ എന്തെങ്കിലും കാണാൻ വയ്യ. നമ്മുടെ സ്റ്റാർട്ടർ ഓപ്പോസിറ്റ് മെയിൻ ലൈനിലെ സിഗ്നൽ ഒന്നും കാണാൻ വയ്യ. അപ്പോൾ വിചാരിച്ച പോലെ തന്നെ ഓവർടേക്കാണ്. ഏതോ ഒരു വാർത്തവനായിരുന്നു. ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മെയിലാണ് പോയത്. ഇന്ന് ലേറ്റാണ് വണ്ടി. ഏകദേശം അരമണിക്കൂറിന് മേലെ ലേറ്റാണ്. ശരിക്കും നമുക്ക് മുന്നേ തന്നെ തൃശ്ശൂർ പാസ് ചെയ്യേണ്ട വണ്ടിയായിരുന്നു അത്. ടോയ്ലറ്റ് കണ്ട് അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇരിങ്ങാലക്കുടയിലേക്ക് എത്തുന്നു. ഇരിങ്ങാലക്കുട സ്റ്റേഷനോട് അടുക്കുന്നതാണ് ഈ കാണുന്നത്. ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത് അറിയാലോ, എൻ്റെ ഹോം ടൗണിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്റ്റേഷനാണ് ഇരിങ്ങാലക്കുട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹോം സ്റ്റേഷൻ പോലെ തന്നെയാണ് ഇരിങ്ങാലക്കുട. നമ്മൾ ജസ്റ്റ് ഇരിങ്ങാലക്കുട സ്റ്റേഷനോട് എത്തുന്നു. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്, റൈറ്റ് സൈഡിലെ പ്ലാറ്റ്ഫോം നോക്കാം. ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്കൊരു ക്രോസിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ മോസ്റ്റ്ലി താമ്പരം ഗുരുവായൂർ എക്സ്പ്രസ്സിനെ അല്പം മുന്നിലായിട്ട് ക്രോസ് ചെയ്യേണ്ടതാണ്. ഇവിടുത്തെ പുതിയ പ്ലാറ്റ്ഫോം ഫ്ലോറിംഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
സമയം ഇപ്പോൾ 6:10. നമ്മൾ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ചാലക്കുടിയിലേക്ക് എത്തി. ഈ പോകുന്നത് താമ്പരം ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. നല്ല അടിപൊളി മഴയാണ്. അല്പം മുമ്പ് അങ്കമാലി പാസ് ചെയ്തു. അങ്കമാലിയോട് കയറുന്നതിൻ്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ജസ്റ്റ് എറണാകുളം എയർപോർട്ട് പാസ് ചെയ്തു. സൂപ്പർ മഴയെന്ന് പറഞ്ഞാൽ സൂപ്പർ മഴയാണ്.
305 കണ്ണൂർ ഇൻ്റർസിറ്റിയുടെ ക്രോസിംഗ് പിടിക്കാനായിട്ടാണ് ഡോറിലേക്ക് വന്നത്. പക്ഷേ അതിനിടയ്ക്ക് അവിടെ വെച്ചത് പോയി. നമ്മളതിനെ മിസ് ചെയ്തു. ഷട്ടർ താറ്റ് ചെയ്ത സമയത്ത് അത് ക്രോസ് ചെയ്യാൻ അറിഞ്ഞില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ചൊവ്വര സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മഴയ്ക്ക് ഒരു ശമനമില്ല. പെരിയാറിൻകുറുകയുടെ ആദ്യത്തെ പാലമാണ്. അതിൽ വലുതായിട്ട് വെള്ളം കാണാനില്ല. പെരിയാറിൽ നല്ലോണം വെള്ളമുണ്ടെന്ന് മാത്രമല്ല മണപ്പുറമൊക്കെ മുങ്ങിപ്പോയിരിക്കണം. ആരോ മണപ്പുറം ക്ഷേത്രം മൊത്തം മുങ്ങിപ്പോയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ആലുവ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പം അപ്പോൾ നമ്മളങ്ങനെ ആലുവയിലേക്ക് എത്തി. എറണാകുളം ഗുരുവായൂർ പാസഞ്ചറാണ് 30556 റോയപുരത്തിൻ്റെ വാബ് 7. നമ്മൾ ആലുവയിൽ നിന്ന് പുറപ്പെടുകയെന്ന് തോന്നുന്നു. നല്ല മഴ. ഐശ്വര്യവും സമാധാനവും ജീവിതത്തിൽ വെറുതെ വരില്ല. അത് നമ്മൾ തിരഞ്ഞെടുക്കണം. പവിത്രമായ പ്രാർത്ഥനകൾക്ക് എന്നും പരിശുദ്ധമായ സമയവും നൽകുക. നല്ല സൂപ്പർ മഴ. ഒരു രക്ഷയില്ല. ഇന്ന് നമ്മളിത് കഴിഞ്ഞ ഉടനെ മറ്റൊരു വീഡിയോ ചെയ്യാൻ പോകണം. നമ്മൾ 12678 എറണാകുളം ജംഗ്ഷൻ KSR ബംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലൊരു ഫുൾ ലെങ്ത് യാത്ര പോകാൻ പോകണം, എൻഡ് ടു എൻഡ്. അതിന് പുതിയ LHB കോച്ച് വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് യാത്രയാണ് നമ്മുടെ. കഴിഞ്ഞ ആഴ്ചയാണ് LHB കോച്ച് വന്നത്. അപ്പോൾ അതും കേരളത്തിലെ യാത്ര മൊത്തം മഴയത്ത് മുങ്ങിപ്പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ എറണാകുളം ജില്ലയ്ക്ക് സത്യം പറഞ്ഞാൽ യെല്ലോ അലേർട്ട് മാത്രം കണ്ടേ ഉള്ളൂ. ഞാൻ വലിയ മഴ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമ്മുടെ അലേർട്ടുകളൊക്കെ ഇപ്പോൾ വല്ലാത്ത അലേർട്ടുകളായതുകൊണ്ട് മഞ്ഞാണെങ്കിലും മഴയ്ക്കതൊന്നും ബാധകമല്ല. അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് എടപ്പള്ളി സ്റ്റേഷനിലേക്ക് കയറാൻ പോകുന്നു. എടപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ എറണാകുളം നോർത്ത് കഴിഞ്ഞ് നേരെ എറണാകുളം ജംഗ്ഷൻ എറണാകുളം സൗത്ത് യാത്ര അവസാനിപ്പിക്കും.
കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നമ്മുടെ അഡ്വാൻസ് സ്റ്റാർട്ടർ ഓൾറെഡി മഞ്ഞയാണ്, സ്റ്റാർട്ടർ റെഡാണ്. എറണാകുളം ടൗൺ സ്റ്റേഷൻ റീഡെവലപ്മെൻറ്റിന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പകൽ വെളിച്ചത്തിൽ ഇവിടെ കാണാം. ഈ കാണുന്ന പഴയ ബിൽഡിങ്ങാണ്. അതിനപ്പുറത്ത് പണിത് വരുന്നതാണ് പുതിയ ബിൽഡിങ്. അതിനോട് ചേർന്ന് ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങും പണിത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ ഈ ബിൽഡിംഗ് പൊളിച്ചിട്ട് ഇതും റീഡെവലപ്പ് ചെയ്യും. ഇവിടെയും പുതിയ ബിൽഡിംഗ് വരും. ഇതാണ് പുതിയ ബിൽഡിങ്. അതിന് തൊട്ടപ്പുറത്തുള്ളതാണ് മൾട്ടി ലെവൽ കാർ പാർക്കിങ്. ടാറ്റാനഗർ എക്സ്പ്രസ്സാണ് പോയത്. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ പണിയവർ ചെയ്തു തുടങ്ങി. ഈ സ്റ്റാൻഡൊന്ന് പൊളിച്ചൊന്ന് പുതുക്കി പണിയുന്നില്ല.
അപ്പോൾ നമ്മളങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ എത്തി. എറണാകുളം ജംഗ്ഷനിൽ എത്തിയപ്പോൾ ഇവിടുന്ന് പിന്നെ ആൾക്കാർ കയറുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ഇതേ റേക്ക് അല്പസമയത്തിന് ശേഷം ആലപ്പുഴ മെമു ആയിട്ട് പോകും. എറണാകുളം ആലപ്പുഴ മെമു ആയിട്ട് പോകും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ യാത്രയുടെ വെച്ച് ഈ അടിപൊളി യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ 66319 ഷൊർണൂർ എറണാകുളം മെമു യാത്ര ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റ്സ് സജഷൻസ് എല്ലാം തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മെമ്പർഷിപ്പ്, സൂപ്പർ താങ്ക്സ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മറ്റൊരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ 12678 എറണാകുളം കേസർ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റെ യാത്ര പോകുന്നുണ്ട്. ആ വീഡിയോയിൽ നമുക്കിനി വീണ്ടും കാണാം. അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോട്ടെ. രാവിലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്ന് നമ്മുടെ അടുത്ത വീഡിയോ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് ബിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you in the very next video. Until then, bye-bye.